ഈ മൺസൂണുമായി ബന്ധപ്പെട്ട് എങ്ങനെയൊക്കെയാണ് ജാഗ്രത, ഏതൊക്കെ നിലയിലാണ് അതിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങളൊക്കെ അല്ലെങ്കിൽ സുരക്ഷാ കാര്യങ്ങളൊക്കെ എന്ന് നമുക്ക് വേഗത്തിൽ നോക്കാം. ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന നിർദ്ദേശങ്ങൾ എന്തൊക്കെയെന്ന് പരിശോധിക്കാം. കാറ്റ് സംബന്ധിച്ച ഒരു മുന്നറിയിപ്പാണ് ആദ്യം നൽകുന്നത്. മണിക്കൂറിൽ 65 കിലോമീറ്റർ വേഗത്തിൽ വരെ കാറ്റുണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പ്. ഇതിൽ ഇടിയും മിന്നലും ശക്തമായി പ്രതീക്ഷിക്കാം. 65 കിലോമീറ്റർ വരെ വേഗതയിലേക്ക് കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും അതുകൊണ്ട് നമ്മുടെ തീരദേശ മേഖലയിലുള്ള ആളുകൾ വളരെ ജാഗ്രത പുലർത്തുക എന്ന് പ്രത്യേകം എടുത്തു പറയാം. കടലേറ്റത്തിനും വലിയ തിരകൾക്കും സാധ്യതയുണ്ട്. കടലിൽ വലിയ തിരകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ട് എന്നതുകൂടി വ്യക്തമാക്കപ്പെടുകയാണ്. കള്ളക്കടൽ ഈ അടുത്ത സമയത്തൊക്കെ നമുക്ക് തീരപ്രദേശത്തുള്ളവർക്ക് പരിചിതമാണ്. എങ്കിൽ പോലും സുരക്ഷാ മുൻകരുതലുകൾ ദയവായി തുടരുക. NDRFന്റെ സംഘങ്ങൾ ജൂൺ 1 മുതൽ കൂടുതൽ സജീവമാകും. നിലവിൽ നിലമ്പൂരിൽ ഇന്നലെ തന്നെ NDRF സംഘം എത്തിയിട്ടുണ്ട്. ഒപ്പം തെറ്റായ പ്രചാരണങ്ങൾ നമുക്കറിയാം. ഈ അപകടങ്ങൾ വരുമ്പോൾ അവിടെ വെള്ളം കയറി, ഇവിടെ വെള്ളം കയറി, അല്ലെങ്കിൽ ആ കെട്ടിടം വീണു എന്നൊക്കെ കൗതുകത്തിന് ചിലവർ അടിച്ചുവിടുന്ന പതിവ് നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ട് അത്തരം തെറ്റായ പ്രചാരണങ്ങൾ ദയവായി ഒഴിവാക്കുക. ഉണ്ടെങ്കിൽ അങ്ങനെ പ്രചാരണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ പോലീസ് ഉൾപ്പെടെയുള്ള അധികാരികളെ അറിയിക്കുക. അവർ നടപടികൾ സ്വീകരിച്ചു. അനാവശ്യ രാത്രി യാത്രകൾ ഒഴിവാക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമായി പറയുന്നത്. നമ്മളൊക്കെ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ്. ദുരന്ത സാധ്യതകളുള്ള മേഖലകളിലേക്ക്, മഴ വന്നാൽ വലിയ അപകടങ്ങൾ കാത്തിരിക്കുന്ന മേഖലകളിലേക്കൊക്കെയുള്ള യാത്ര ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ അപകടകരമായ സ്ഥലത്താണ്, അല്ലെ ഏതെങ്കിലും നിലയിൽ അപകട ഭീഷണിയുള്ള സ്ഥലത്താണ് താമസിക്കുന്നതെങ്കിൽ ദയവായി സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറുക. നിലവിൽ ഏകദേശം 3000-ലേറെ ക്യാമ്പുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. അത്യാവശ്യ ഘട്ടം വന്നാൽ ഒരു 5 ലക്ഷം പേർക്കെങ്കിലും ഒരു സുരക്ഷിത കേന്ദ്രം ഒരുക്കാനുള്ള സംവിധാനങ്ങൾ നിലവിലുണ്ട്. ഒട്ടേറെ ക്യാമ്പുകൾ ഇപ്പോൾ തന്നെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ ക്യാമ്പുകളൊന്നും തുറക്കേണ്ട സാഹചര്യം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ സുരക്ഷാ മുൻകരുതലുകൾ അത് അത്യന്താപേക്ഷിതമാണ്. ഈ കാര്യങ്ങളൊക്കെയാണ് നിർദ്ദേശം നൽകുന്നത്. മറ്റൊന്ന്, പ്രളയം മുതൽ ഇങ്ങോട്ട് നമുക്ക് കൃത്യമായ ഒരു മുൻകരുതലുണ്ട്. നമുക്ക് ഏറ്റവും വിലപ്പെട്ടതും പെട്ടെന്ന് ക്യാമ്പിലേക്ക് മാറണമെങ്കിൽ കൊണ്ടുപോകേണ്ടതായ ഒഴിച്ചുകൂടാനാകാത്ത സാധനങ്ങളും ഒക്കെ എവിടെയാണ് ഇരിക്കുന്നത് എന്ന് സംബന്ധിച്ച ധാരണയുണ്ടാക്കുക. അത് പെട്ടെന്ന് കൊണ്ടുപോകാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കുക. അങ്ങനെ ഒരു തയ്യാറെടുപ്പ്. നമ്മൾ അതുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലത്താണ് ജീവിക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് പ്രിപ്പയർഡ് ആവുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്.